ഇപ്പോൾ കുറേ ശാസ്ത്ര ഗവേഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചെടികൾക്ക് പോലും സംഗീതത്തിലൂടെ ഉള്ള ഒരു അനുഭവങ്ങളെക്കുറിച്ച്. അപ്പോൾ മനുഷ്യരിലേക്ക് ഈ സംഗീതം എന്നതൊരു ഔഷധമായിട്ട് എത്തുന്ന ഒരാശയം എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു സംഗീത സബരിയയിലേക്ക് കടക്കാനായിട്ടുള്ളൊരു കാരണം? അത് ഞാൻ മ്യൂസിക്കായിരുന്നു ചെറുതിലേ മുതൽ പഠിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലും അതിനാണ് സപ്പോർട്ട് ഉണ്ടായിരുന്നത്. അച്ഛന് സംഗീതം വലിയ ഇഷ്ടമാണ്, അച്ഛൻ പാടുമായിരുന്നു. അപ്പോൾ എങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ കൊണ്ടുപോയി, പാട്ട് പാടി. അത് കഴിഞ്ഞ് പിന്നെ സംഗീതത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങ് പോയി. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മാരേജ് കഴിഞ്ഞപ്പം ഇങ്ങനെ മ്യൂസിക് ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നായിരുന്നു. ഇടയ്ക്ക് മാരേജ് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ബ്രേക്ക് വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും പാടി തുടങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു മ്യൂസിക് തെറാപ്പി. ഞാൻ ഈ നിസ്സാര കാര്യങ്ങൾ ടെൻഷൻ അടിക്കുന്ന സ്വഭാവക്കാരിയാണ് ഞാൻ. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇങ്ങനെ നിനക്കൊരു കാര്യം ചെയ്താൽ എന്താ മ്യൂസിക് തെറാപ്പി ഒന്ന് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അത് ഒന്ന് നോക്കി, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അപ്പോൾ ഡൽഹിയിലൊരു നാദ മ്യൂസിക് തെറാപ്പി സെൻറ്റർ ഉണ്ട്. അവരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഡിപ്ലോമ കോഴ്സ് ഉണ്ട് അവർക്ക്, അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് ഒന്ന് നോക്കി. അത് 9 months കോഴ്സാണ്. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗാണ്. എന്നുവെച്ചാൽ ഇവർ പറയുന്ന ഇത് ഞാൻ എന്നിലാണ് പരീക്ഷിക്കുക. എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ടൂള് ഞാനാണ് പറ്റിയത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരിൽ പരീക്ഷിക്കാൻ നമുക്ക് അവർ ഇരുന്ന് തന്നോളന്നില്ല. അപ്പോൾ ഏറ്റവും ഞാൻ ഈ ഓരോന്നും കാണുമ്പോൾ പരീക്ഷിക്കുന്നത് എന്നില്ല. അതിലെനിക്ക് അത് നല്ലൊരു എഫക്റ്റീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം. ഹസ്ബൻഡാണ് അപ്പോൾ അതിനൊരു പ്രചോദനം തന്നത് പുള്ളിയാണ്. അപ്പോൾ ഈ ഏതൊക്കെ സംഗീതത്തിലൂടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത്? ഈ ഒരു സംഗീതത്തിലൂടെ അസുഖങ്ങൾ മാറ്റുന്നു എന്ന് പറയുന്നത് ഏതൊക്കെ അസുഖങ്ങളാണ് ഇങ്ങനെ മാറ്റാൻ കഴിയുന്നത്? അങ്ങനെയില്ല കേട്ടോ. നമ്മുടെ ഭൂരിഭാഗം അസുഖങ്ങളും വരുന്നത് ഈ മെൻ്റൽ ടെൻഷൻ കൊണ്ടാണ്. എത്രമാത്രം നമ്മൾ ടെൻഷൻ കൂടും നമുക്ക് അത്രയും അസുഖങ്ങൾ കൂടും. ഇനിയിപ്പോൾ അഥവാ നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം, അതിൽ നമ്മൾ ടെൻഷൻ അടിക്കാൻ നമ്മുടെ അസുഖം പിന്നെയും കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ആ ടെൻഷൻ ഇല്ലാണ്ടാക്കിയാൽ നമ്മൾ കഴിക്കുന്ന മരുന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഫലിക്കും, അസുഖങ്ങൾ മാറാൻ അത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ആ ടെൻഷനെ ഇല്ലാണ്ടാക്കുകയാണ് സംഗീതം ചെയ്യുന്നത്. മെഡിസിൻ നിർത്താനേ പാടില്ല. നമ്മൾ ആ മരുന്ന് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എത്ര മരുന്ന് കഴിച്ചാലും എൻ്റെ അസുഖം മാറുന്നില്ല എന്ന് പറയുന്നില്ലേ. അപ്പോൾ ഇത് ഈ വിത്ത് മ്യൂസിക് തെറാപ്പി ആണെങ്കിൽ അസുഖം പെട്ടെന്ന് കൗൺസിലിംഗ് പോലെ പെട്ടെന്ന് ഭേദം, മരുന്നിന് പെട്ടെന്ന് എഫക്റ്റ് വരും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ചില അസുഖങ്ങളൊക്കെ നമുക്ക് മരുന്നില്ലാതെ തന്നെ മാറ്റാൻ പറ്റും. അത് എന്താ പറയുക, ഇപ്പോൾ ഓട്ടിസത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക് കണ്ടിട്ടില്ലേ ഒരു കുട്ടികൾ പാടുന്ന ഓട്ടിസം, അത് അവർക്ക് പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാറുണ്ട്. അത് ഭയങ്കര അതുപോലെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് അവർക്കൊക്കെ മ്യൂസിക് തെറാപ്പി നല്ല എഫക്റ്റീവാണ്. പിന്നെ ഈ മെൻ്റൽ ടെൻഷൻ എന്ന് വെച്ചാൽ ചിലർ ടെൻഷൻ കാരണം ചിലപ്പോൾ കുറച്ചൊരു എന്താ പറയുക നോർമൽ കണ്ടീഷനിൽ നിന്ന് മാറിയൊരു അങ്ങനെ ആവുന്ന ആ അവസ്ഥയിലുള്ളവർക്ക് മറ്റേ മെമ്മറി പ്രോബ്ലംസിന് അതിനൊക്കെ നല്ലതാണ് മ്യൂസിക്. എന്തൊക്കെ മ്യൂസിക്കാണ് ഇതിന് നമ്മൾ ചെയ്യുന്നത്? അങ്ങനെ പ്രത്യേക വിഭാഗമുണ്ടോ? അതല്ല, മ്യൂസിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിനുള്ള കുറേ ടൈപ്പ് ഓഫ് മ്യൂസിക് തെറാപ്പി ഉണ്ട്. എന്നുവെച്ചാൽ നമ്മൾ ഗൈഡഡ് ഇമേജറി, മെഡിറ്റേഷൻ, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണ് വേണ്ടതെന്ന് ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിന് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ അവരുടെ ഫാമിലിയായിട്ട് സംസാരിക്കും, പേഷ്യൻ്റായിട്ട് സംസാരിക്കും. എന്നിട്ട് അവരുടെ മെൻ്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും അനുസരിച്ചിട്ടാണ് ഏതൊക്കെ ടൈപ്പ് മ്യൂസിക് വേണം, എന്തൊക്കെ വേണം നമ്മൾ തീരുമാനിക്കുക. ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എന്താണ് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? എന്തൊക്കെയാണ് ഒന്ന് രണ്ട്? എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ ഇപ്പോൾ ആ കുട്ടികളിപ്പോൾ കൂടുതൽ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നിരുന്നു, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, പിന്നെ ഇതുപോലെ ഓട്ടിസം ഉള്ള കുട്ടികളെ. അവർക്കൊക്കെ എൻ്റെ അടുത്ത് ആ പാരൻസ് തന്നെ നല്ല സന്തോഷത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മാം, ഇത് ചെയ്തതിന് ശേഷം നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച 2 കുട്ടികളെ കൊണ്ടുവന്നിരുന്നു. അവർക്ക് ഞാനിപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ. ഇങ്ങനെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ വന്നിരുന്നിട്ടേ നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് അവരെ ഒന്ന് ഇരുത്തി കിട്ടാൻ. പക്ഷേ ഇവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊന്ന് നമ്മൾ അവരുടെ ഒപ്പം കളിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അവരുടെ ഒപ്പം ആക്റ്റീവായി നിന്നിട്ട് നമ്മൾ ഈ മ്യൂസിക് അതിനൊപ്പം കൊടുക്കുമ്പം അവർ പതുക്കെ കാം ഡൗൺ ആയി അതിലേക്ക് വരുന്നുണ്ട്. അതാണ് നമുക്കൊരു അങ്ങനെ പതുക്കെ അവരെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്.